നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നാളെ പബ്ലിക് എക്സാം പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ വിഷയങ്ങളിലും പ്രാക്ടിക്കൽ നാളെ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. പല സ്കൂളിലും പല ടൈം ടേബിളൊക്കെ ഉണ്ട്, എന്നാലും ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനു മുമ്പ് ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടിട്ടേ പോകാവുള്ളൂ. മാക്സിമം ഷെയർ ചെയ്യുക. ഉടായ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം ഉടായ്പകൾ അറിയാത്തതായിട്ട് മനുഷ്യന്മാർ ആരും കാണത്തില്ല. സത്യസന്ധരായ ഉടായ്പകൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉടായ്പകൾ അറിയാം. ഉടായ്പന്നെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് എല്ലാവർക്കും. അത് ഏത് ജനറേഷൻ ആയാലും ഉടായ്പ, എന്ത് ഉടായ്പ എന്നറിയാൻ എന്തായാലും താല്പര്യമുണ്ട്. എന്തായാലും ഈ വീഡിയോ ഏത് പ്രാക്ടിക്കലിനും നിങ്ങൾക്ക് ചെല്ലുമ്പോൾ കയറുന്നതിന് മുമ്പുള്ളൊരു കോൺഫിഡൻസും ശ്രദ്ധ കൂടുതൽ കിട്ടാനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെയുള്ള നൈസായ ഒരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ കാര്യം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. അന്നേരം നമുക്കറിയാം പ്രാക്ടിക്കൽ മോഡൽ എക്സാം ഉണ്ട്. പ്രാക്ടിക്കൽ അതിന് വലിയ നമ്മുടെ സ്കൂളിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ അധ്യാപകരും ഒക്കെ ചെയ്യുന്ന പ്രാക്ടിക്കലാണ്. ആയതുകൊണ്ട് നമുക്ക് അധികം ടെൻഷനൊന്നുമില്ല. എന്നാൽ പബ്ലിക് എക്സാം വരുമ്പം എക്സ്റ്റേണൽ അധ്യാപകരാണ് വരുന്നത്. നമ്മളെ ഒരാൾക്ക് പോലും അറിയത്തില്ല, അല്ലെങ്കിൽ ആ ടീച്ചറിനോ സാറിനോ നമ്മളെ ആരും അറിയത്തില്ല. ആ എക്സ്റ്റേണൽ അധ്യാപകനാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് മാറിയിടേണ്ടത്. അന്നേരം ഏതൊക്കെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം? നന്നായിട്ട് പഠിച്ചുകൊണ്ട് മാത്രം പോയാൽ പോരാ. പ്രാക്ടിക്കൽ ആ ലാബിൽ കയറുമ്പോൾ, ആ റൂമിൽ കയറുമ്പോൾ നമ്മുടെ ബിഹേവിങ് ആറ്റിറ്റ്യൂഡ് പോലും പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം ഓരോ അധ്യാപകരും ഓരോ രീതിയിലാണ് വീക്ഷിക്കുന്നത്. അന്നേരം വളരെ വളരെ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മളിപ്പോൾ ലാബിലോട്ട് കയറുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിൽ റെക്കോർഡ് ബുക്ക് വേണം, ഹോൾ ടിക്കറ്റ് വേണം, പേനയും പെൻസിലും കാൽക്കുലേറ്റർ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എല്ലാം വേണം. എന്നിട്ട് നമ്മൾ ആ ടീച്ചർ അല്ലെങ്കിൽ സാറ് നമ്മുടെ പേര് വിളിക്കുമ്പം, അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ വിളിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ചുമ്മാ ചാടി അങ്ങോട്ടങ്ങ് കയറി ഹെഡ് ചെയ്യരുത്. നമ്മളെ വിളിക്കുമ്പം അങ്ങോട്ടൊന്ന് കയറി കഴിയുമ്പോൾ ഇപ്പം ഫിസിക്സ് ആണെങ്കിൽ നമ്മൾ എല്ലാം തിരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചേക്ക്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇട്ടേക്ക് 2 ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്യും. ആ ടീച്ചർ അല്ലെങ്കിൽ സാറ് ആ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് ഡയറിക്കകത്തോ അല്ലെങ്കിൽ പേപ്പറിനകത്തോ എഴുതി വെക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം ഇത് ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴേ പലരും ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് 2024, 2025 പുത്തൻ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളിലെ ഡിഫൻസിലും ആർമിയിലും ഒക്കെ പുത്തൻ ആയുധങ്ങൾ പണിപ്പുരയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്ന പോലെയാണ് ഇപ്പം പുത്തൻ മാക്രോ ബിറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അന്നേരം ഒരു നല്ല ശതമാനം പേരുടെ കയ്യിൽ, അത് ബോയ്സിൻ്റെ കയ്യിലും ഗേൾസിൻ്റെ കയ്യിലും ഇതുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമല്ല അറിയാവുന്ന, ഇത് കേൾക്കുന്ന അധ്യാപകർക്കും അറിയാം. ഞാൻ കേട്ടില്ലെങ്കിൽ അധ്യാപകർക്കും നല്ല ശതമാനം പേർക്ക് ഇതറിയാം. ഒരുപക്ഷെ ഒരു 55 വയസ്സ് 54 വയസ്സുള്ള റിട്ടയർമെൻറ്റ് എടുക്കുന്ന ടീച്ചർമാർക്ക് വലിയ പ്രശ്നമില്ലെങ്കിൽ പോലും ബാക്കിയുള്ളവരുമാരിപ്പെട്ടവർക്ക് എല്ലാം അറിയാം. എന്നിട്ട് നിങ്ങൾ ഈ മാക്രോ ബിറ്റുകൾ കൊണ്ട് ഇതിനകത്തെല്ലാം ഒരു ചെറിയൊരു പേപ്പറിനകത്ത് നമുക്ക് എല്ലാ ഇക്വേഷൻസോട് വെച്ചുള്ള സിമ്പിളായിട്ട് നമ്മളിങ്ങനെ വെക്കും. ചിലർ കയ്യേലും എഴുതിക്കൊണ്ട് വരും. ഇതുമല്ലാതെ കയ്യേലും നിങ്ങളുടെ ഇതിനകത്തുള്ള നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ, നെഗറ്റീവ് ആണല്ലോ, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആരും പ്രോത്സാഹിപ്പിക്കത്തില്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 90% പിടിക്കപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേരെ ആ ലാബിലുള്ളൂ ചെയ്യുന്നുള്ളൂ. മാക്സിമം 15 പേരൊക്കെ കാണത്തുള്ളൂ. ടീച്ചറിന് കൃത്യമായിട്ട് നോക്കാൻ പറ്റും. ഇപ്പോഴത്തെ ടീച്ചർമാർ കുറച്ച് വിജിലൻ്റായിട്ട് നോക്കുകയും ചെയ്യും. അന്നേരം ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്സ് ആണ് നിങ്ങൾ എഴുതിക്കൊണ്ട് പോയെങ്കിൽ ഫിസിക്സിനും ഈ ടീച്ചർ ബാക്കിയുള്ള ടീച്ചർമാരോട്ടൊക്കെ സംസാരിച്ച് സ്കൂളിൽ മൊത്തം അങ്ങ് പെട്ടെന്ന് തന്നെ ഇതങ്ങ് സ്പ്രെഡായി കഴിയുമ്പോൾ അത് കെമിസ്ട്രിയെയും ബയോളജിയും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിനെ എല്ലാത്തിനും എഫക്റ്റ് ചെയ്യും. അന്നേരം മാക്രോ ബിറ്റുകൾ വെക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. പിന്നെ കയ്യിൽ എഴുതിക്കൊണ്ട് വരുന്നത്, ഇപ്പം നമ്മളൊക്കെ ചെല്ലുമ്പം നമ്മൾ തന്നെ, ഇപ്പം ഞാൻ തന്നെ എക്സാമിനായിട്ട് പോകുമ്പോൾ നമ്മൾ വരുന്നുണ്ട് കയ്യിൽ എഴുതിക്കൊണ്ട് നല്ല വൃത്തിയായിട്ട് എഴുതിക്കൊണ്ട് വരുന്നത്. നമ്മൾ എന്തുവരെ എഴുതിച്ചുകൊണ്ട്, സാർ ഇത് രാവിലെ എഴുതി പഠിച്ചതാണ്, നല്ല വൃത്തിയില്ലേ സാർ? ഇതൊക്കെ പണ്ടത്തെ കാല സാധനമാണ്. ഇക്വേഷൻസ് ഒന്നും കയ്യിലൊന്നും എഴുതിക്കൊണ്ട് പോവേ ചെയ്യരുത്. അന്നേരം അത് തെറ്റായ പ്രവണതയാണ്. കാരണം അതൊക്കെ നമ്മൾ ആ ടീച്ചറിൻ്റെ നെഗറ്റിവിറ്റി ടീച്ചറിൻ്റെ നമ്മളോടുള്ള നെഗറ്റിവിറ്റി കൂട്ടുവാണ്. അതൊന്നും ചെയ്യാതിരിക്കുക. ചിലവർ ചോദിക്കും, ഇപ്പോൾ ഇക്വേഷൻ നമ്മൾ തിയറിക്ക് വയ്ക്കുന്ന പോലെ, ഏതാണ് ഇക്വേഷൻ, അല്ലെങ്കിൽ പേപ്പർ കൊടുക്കുന്ന പോലെ നമ്മൾ ചോദിക്കും ഇക്വേഷൻ ഏതാണ്, മറ്റേ വോളിയം ഓഫ് റെക്ടാങ്കിൾ ബ്ലോക്ക് അല്ലെങ്കിൽ സിമ്പിൾ ബില്ലിൻ്റെ ഇക്വേഷൻ ഏതാണ്. ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ടീച്ചർ അവിടെ നിൽക്കുന്നത്. അന്നേരം നിങ്ങളുടെ വിലയിരുത്തൽ, നിങ്ങളവിടെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. അത്യാവശ്യം എല്ലാം പഠിച്ചുകൊണ്ട് തന്നെ പ്രാക്ടിക്കലിൽ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഉടായ്പകൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള ഉടായ്പകൾ ഒഴിവാക്കേണ്ട ഉടായ്പകളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നല്ല ഇതായിട്ട് നിൽക്കുക, പ്രാക്ടിക്കൽ ചെയ്യുന്നു, കൃത്യമായിട്ട് ഡിസിപ്ലിനായിട്ട് നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ടീച്ചറിന് തന്നെ ഓക്കെയാണ്.
അതൊരു വലിയ പെർഫെക്റ്റാണ്. കാരണം ഈ ടീച്ചർ അവിടെ വെച്ചായിരിക്കത്തില്ല ചിലപ്പം ഫുള്ളി മാർക്ക് ഇടുന്നതൊക്കെ അത്യാവശ്യമൊക്കെ നോട്ട് ചെയ്തതിന് ശേഷം വീട്ടിൽ പോയതിനു ശേഷം മാറെല്ലാം ഇട്ട് ഹയർ സെക്കൻഡറിയുടെ സൈറ്റിനകത്തെല്ലാം അയച്ചൊക്കെ കൊടുക്കുന്നതായിരിക്കും. അന്നേരം നിങ്ങളുടെ ബിഹേവിയർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പാളരുത്. പിന്നെ 2, വൈവ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴേ പിള്ളേർ ചിലർക്കൊക്കെ അങ്ങ് ഭയങ്കര പേടിയാണ്. ചിലരൊക്കെ മുടിയൊക്കെ വളരെ വലിയ സ്റ്റൈലായിട്ടൊക്കെ അകത്ത് കയറുന്നെങ്കിലും ഈ വണ്ണവും നീളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു വൈവ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേനും ചിലപ്പോൾ പേടിച്ച് ചിലത് അങ്ങ് പോകും. ചിലർ നല്ലപോലെ പഠിക്കുന്നവർ പോലും വൈവ ക്വസ്റ്റ്യൻസ് എന്ന് കേട്ട് കഴിയുമ്പോൾ ടീച്ചറെ കൊണ്ട് ചോദിക്കാൻ പോകുമ്പോൾ ഞാൻ എന്നാൽ 2 വൈവ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചിലർ പല ആറ്റിറ്റ്യൂഡാണല്ലോ ടീച്ചർമാർ. ചിലർ വന്നിട്ട് വൈവ ക്വസ്റ്റ്യൻസ് വളരെ ഇപ്പോൾ നിങ്ങൾ ഓംസ്ട്രോ അല്ലെങ്കിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലെൻസാണ് ചെയ്യുന്നത് വെച്ചു, നിങ്ങളോട് ചോദിക്കുക ലെൻസിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? കാരണം റിഫ്രാക്ഷനാണ്. റിഫ്രാക്ഷൻ ഏതൊക്കെ ലോസ് ഉണ്ട്? നിങ്ങൾ ഒരുപാട് നിർത്തി അങ്ങ് പൊരിപ്പിക്കത്തൊന്നുമില്ല, 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും. ചില അധ്യാപകർ വേറെ രീതി ചോദിക്കും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ടെൻഷൻ അല്ലാതിരിക്കാൻ വേണ്ടി ഇന്നത്തെ കാലത്തെ അധ്യാപകർ കൂടുതലും കുറച്ചുകൂടെ ടെൻഷൻ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് മോൻ്റെ പേരെന്താണ്? ചിലർ അയ്യോ പറയത്തില്ല, ഇല്ല. അവിടെ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങളുടെ പേര് പറയണം. നിങ്ങൾ എവിടെ സ്ഥലം ഏതാണ്? കണ്ണൂരാണോ, കാസർഗോഡാണോ, അല്ലെങ്കിൽ ആലപ്പുഴയാണോ, മാവേലിക്കരയാണോ? സ്ഥലം ചോദിച്ചാൽ സ്ഥലം കൃത്യമായിട്ട് പറയണം. വീട് എവിടെയെന്ന് ചോദിച്ചാൽ ഇല്ല, വീട് എനിക്കില്ല, വീടേ ഇല്ല, ടെൻഷനാണ്. അന്നേരം അത്രയും ടെൻഷനാകരുത്. നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം. കാരണം അവർ നിങ്ങൾ ആ വൈവ ക്വസ്റ്റ്യൻ ഇനിയും വൈവ കുറേ പേരോട് ചോദിച്ചു, വൈവ ചോദിക്കുന്നില്ല. ഞാൻ പലവട്ടവും ലാബിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. ചില കുട്ടികൾ ചോദിക്കും, ടീച്ചറെ ഇനി വിളിക്കും, ടീച്ചറെ എന്നോട് ചോദിച്ചില്ല. ആ പോയ ടീച്ചർ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇടും. വൈവ ചോദിച്ചില്ലെങ്കിൽ ആ ടീച്ചറിന് ഫുൾ മാർക്ക് ഇടാനുള്ള അതോറിറ്റി ഉണ്ട്. നിങ്ങളോട് ചോദിക്കാൻ അങ്ങ് പോയി, അന്നേരം നിങ്ങളിങ്ങനെ വിളിക്കുകയാണ്, ടീച്ചർ ഇങ്ങനെ വാ. അന്നേരം ആ ടീച്ചർ ഓക്കെ എന്താ മോനെ എന്നോട് വൈവ ചോദിച്ചില്ല, ശരി ചോദിക്കാം, സ്നേഹിച്ചോ എന്താണ്? അയ്യോ അതറിയത്തില്ല. അന്നേരം വിളിച്ച് വരുത്തിയിട്ട് നമ്മൾ പറഞ്ഞില്ല. അന്നേരം ടീച്ചർ അവിടെ മാർക്ക് ഇടാ പോയി. അന്നേരം അതിൻ്റെ ആവശ്യമുണ്ടോ? അന്നേരം നിങ്ങളോട് വൈവ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, വൈവയ്ക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ എഴുതുന്നു, കാര്യങ്ങളൊക്കെ എഴുതുന്നു, പല കുട്ടികളും ടെൻഷനിൽ ലാസ്റ്റിൽ ടെൻഷനാണ് പലർക്കും പ്രശ്നമാകുന്നത്. ലാസ്റ്റിൽ റിസൾട്ട് എന്ന് പറയുന്ന സംഭവങ്ങൾ എല്ലാ പ്രാക്ടിക്കലും ഉണ്ടല്ലോ. റിസൾട്ട് എല്ലാം നല്ല ഗംഭീരമായിട്ട് റിസൾട്ട് എഴുതാതെ പോകും. റിസൾട്ടിന് മാർക്കുണ്ട്. റിസൾട്ടൊക്കെ എഴുതി വൃത്തിയായിട്ട് നമുക്ക് 3 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ സമയമാണ്, നല്ലപോലെ സമയം കിടക്കുകയാണ്. അന്നേരം നമ്മൾ മാക്സിമം അത് എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അന്നേരം നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നവരുണ്ട്, 1.5 മണിക്കൂർ കൊണ്ട്. ഇപ്പോൾ ചിലർ ആദ്യം 1 മണിക്കൂറൊക്കെ കൊണ്ട് ചില പിള്ളേരെ കൊണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവൻ എന്തൊരു പോയാൽ അവൻ ഭയങ്കര സംഭവമാണ്, അവൻ ബുജിയാണ്, നമുക്കും 1/2 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാം. വേണ്ട, നിങ്ങൾ ചെയ്യുന്ന സമയം എടുത്തുകൂടെ. പ്രാക്ടിക്കലി 3 മണിക്കൂർ ഉണ്ടെങ്കിൽ 2.25 അല്ലെങ്കിൽ 3 മണിക്കൂർ നിങ്ങൾ എടുത്ത് ചെയ്തു, ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു ടീച്ചർ നിങ്ങളെ പെട്ടെന്ന് ചെയ്യുന്നൊന്നും ആരും പറയത്തില്ല. അന്നേരം നമ്മുടെ ബിഹേവിങ്ങും നമ്മുടെ രീതികളും ഈ പറഞ്ഞ പോലെ വൈവ ചോദിക്കുമ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം നമ്മുടെ റെസ്പോൺസും ഒക്കെ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇനി എന്തൊക്കെ പറഞ്ഞാലും വൈവയ്ക്ക് ഇത്ര മാർക്കുകളെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അന്നേരം ഉറപ്പായിട്ടും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ. ഉടായ്പകൾ മൈക്രോബിറ്റും മാക്രോബിറ്റും ഒക്കെ എടുക്കുമ്പം ഇത് നമുക്ക് പണിയുമാണ്. ചിലർ വേറൊരു മിസ്ഗൈഡ് നിങ്ങൾക്ക് തരും. ചില കുട്ടികൾ ഇപ്പം ആദ്യത്തെ ലാബ് കഴിയും, വന്നിട്ട് പറയും ടീച്ചർ പാവമാണ്, ഒന്നും ചോദിക്കത്തില്ല. നിങ്ങൾക്ക് ആ ബാച്ചിന് ചിലപ്പോൾ ഒന്നും ചോദിച്ചു കാണത്തില്ല. അടുത്ത ബാച്ച് വരുമ്പോൾ ചിലപ്പോൾ ആ ടീച്ചറിൻ്റെ മൈൻഡ് മാറി. ഇപ്പം അന്നേരം ഇരുന്ന ടീച്ചർ തന്നെ ചിലപ്പോൾ അന്നേരം ഇല്ല അന്യൻ സിനിമയിലെ കൂട്ട് അമ്പിയാണെങ്കിൽ അടുത്ത ദിവസം ആ ടീച്ചർ അന്യനായിട്ട് മാറും അടുത്ത ബാച്ച്. അന്നേരം നമ്മളോട് കുറേ ചോദ്യങ്ങളും ചോദിച്ച് ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയില്ലയോ. അങ്ങനെ മിസ്ഗൈഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അത് തെറ്റല്ല പറയുന്നത്. കുട്ടികൾ വന്ന് സുഹൃത്തുക്കളോട് പറയുന്നതാണ് ആ ടീച്ചർ വെറും പോകണം, ഒന്നും ചോദിക്കത്തില്ല കേട്ടോ. പക്ഷെ അടുത്ത ബാച്ച് കയറി കഴിയുമ്പോൾ അവർ വന്നിട്ട് അയ്യോ അങ്ങനല്ല, ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് ടീച്ചറിൻ്റെ മൂഡനുസരിച്ച് അത് ചോദിക്കുന്നതൊക്കെ അത് ഓരോ മനുഷ്യരുടെ സ്വാഭാവികമായിട്ടുള്ള രീതികളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച് വേണം എപ്പോഴും പോകാൻ. വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി പോവുക. അത്യാവശ്യം ടാബിളുകളും കാര്യങ്ങളും എല്ലാം പഠിച്ച് വളരെ പോസിറ്റീവ് മൈൻഡോട് വളരെ ഇതായിട്ട് വളരെ സമാധാനമായിട്ടിരുന്ന് പ്രാക്ടിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓരോ മാർക്കും പ്രാക്ടിക്കലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇതെല്ലാം വളരെ ഓപ്പണായിട്ട് പറഞ്ഞത്. ഇത് അധ്യാപക സമൂഹം കാണുന്നുണ്ടായിരിക്കും, വിദ്യാർത്ഥി സമൂഹം കാണുന്നുണ്ടായിരിക്കും, രക്ഷാർത്ഥം കാണുന്നുണ്ടായിരിക്കും, അത് പ്രശ്നമില്ല. ഇത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അന്നേരം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടണമെങ്കിൽ പെട്ടെന്ന് ഷെയർ ചെയ്യുക. കാരണം കേൾക്കുന്നവർ പരീക്ഷയ്ക്ക് മുമ്പ് കേട്ടിട്ട് പോട്ടെ. എന്തായാലും എല്ലാവർക്കും, കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും മാഷ എന്നുള്ള രീതിയിൽ എല്ലാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്തുണ്ട്. എല്ലാ വിഷയത്തിൻ്റെയും പ്രാക്ടിക്കലി എന്നെക്കൊണ്ട് ചെയ്യുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും മനസ്സ് നിറഞ്ഞ്
നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്.